നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിട്ടും CPIM-കാരുടെ ജീവിതം ഇപ്പോഴും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ നീക്കിവെച്ചതുപോലെയുണ്ട്. പാർട്ടി സഖാക്കൾക്ക് പഴയതുപോലെ പ്രതാപത്തോടെ ഒരു വിമർശനം നടത്താൻ പോലും കഴിയുന്നില്ല. ജനങ്ങൾ ഇവരുടെ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ പുച്ഛിച്ചു തള്ളുന്നു. പിണറായി വിജയൻ മുതൽ ഇങ്ങ് ജെയ്ക്ക് സി തോമസ് വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ തെറിവിളിയുടെ പൂരമാണ്. അവരെ സംരക്ഷിക്കാൻ, ന്യായീകരിക്കാൻ, തിരിച്ചു പറയാൻ സൈബർ സഖാക്കളെ കാണാനില്ല. സൈബർ സഖാക്കളെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും തോറ്റുപോയപ്പോൾ അവരെ തള്ളിപ്പറയുകയും ചെയ്തതുകൊണ്ട് സൈബർ സഖാക്കൾ അവരിപ്പോൾ ശൂന്യതയിൽ ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPM-കാരുടെ അവസ്ഥ അതിദയനീയമാണ്. എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും 8 നിലയിൽ പൊട്ടുന്നതാണ് അവരുടെ ശീലം. ഒരു ഹൈപ്പൊക്കെ ഉണ്ടാക്കി സഹതാപവും ചർച്ചയും ഒക്കെ ഉണ്ടാക്കാൻ ഇവർ ചില നാടകങ്ങൾ ബോധപൂർവം ഒരുക്കിയെടുക്കും. 10 വർഷം ഭരണം ഇവരുടെ കയ്യിലായിരുന്നത് കൊണ്ട് ഇത്തരം നാടകങ്ങളൊക്കെ ഫലപ്രദമായി വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ട് വെച്ച വെടിയെല്ലാം സ്വന്തം ആസനത്തിലേക്ക് കൊള്ളുന്ന അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. എത്രയോ ഇത്തരം സെൽഫ് ഗോളുകൾ CPM-ന്റെ ചരിത്രത്തിലുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ സെൽഫ് ഗോൾ ബ്ലേഡ് കൊണ്ടുള്ള വരയിലാണ്. SFI-ക്കാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിക്കുന്നു. ആ ജലപീരങ്കിക്ക് വീണത് മസ്തിഷ്ക ജ്വരം പരത്തുന്ന മലിനജലമാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ റോഡിൽ കിടന്ന കുറെ ചെളിവെള്ളവും കോരിക്കൊണ്ട് നിയമസഭയിലെത്തുന്നു. അതേക്കുറിച്ചുള്ള ട്രോളുകൾ ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. ഒരു പ്രയോജനവും ഉണ്ടാവാത്ത ഒരു സെൽഫ് ഗോളായി മാറി പിണറായി വിജയൻ ഒരു കുപ്പിയിൽ ഉയർത്തിക്കാട്ടിയ ആ മലിനജലം അത് അവിടെയും അവസാനിക്കുന്നില്ല. അന്ന് സഖാക്കളുടെ പുറത്ത് ബ്ലേഡ് കൊണ്ട് വരിഞ്ഞു എന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ ആരോപണം. പോലീസ് ജലപീരങ്കിക്കകത്തും ലാത്തിക്കകത്തുമൊക്കെ ബ്ലേഡ് വെച്ചിട്ട് സഖാക്കളെ വരിയുന്നു എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഉടുപ്പിന് മുറിവേൽക്കാതെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന പ്രത്യേകതരം ബ്ലേഡ് തിരുവനന്തപുരത്ത് സഖാക്കൾ നിർമ്മിക്കുന്നുവെന്ന്. സമരത്തെ അടിച്ചമർത്താൻ പോലീസ് ബ്ലേഡ് പ്രയോഗം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരിൽ സകല നേതാക്കളുമുണ്ട്. മറക്കാനാവില്ല അന്ന് ഗോവിന്ദൻ മാഷും A റഹീമും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. പോലീസ് അതിക്രമത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നേരെ അവിടെ ശരീരത്തിൽ കൃത്യമായി ബ്ലേഡ് വെച്ച് കീറിയ ശരീരഭാഗം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആരോപണ പ്രത്യാരോപണമുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേക സംവിധാനമാക്കേണ്ടി വരും. കാരണം ഇവരെന്തൊക്കെയാണ് പറയുന്നത് പറയാൻ പറ്റില്ല. കള്ളപ്രചാരവേല നടത്തി സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ചോരയിൽ മുക്കിക്കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ മാർഗം ഉപയോഗിക്കുകയാണ്. UDF-ന്റെ പുതിയ മാർഗത്തിലൊന്ന് പോലീസിൻ്റെ കയ്യിൽ ബ്ലേഡ് കൊടുത്ത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കീറുക എന്നുള്ളതാണ്. ശരീരത്തിലാകെ പാടുണ്ടാക്കുക എന്നുള്ളത്. ആ പാട് കണ്ടല്ലോ, പത്രത്തിൽ വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്. പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുകയാണ്. ഇന്നലെ SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് നരനായാട്ടാണ്. അപ്പോൾ അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യട്ടെ. UDF അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനേക്കാൾ നിഷ്ഠൂരമായ കടന്നാക്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെല്ലാം നേരിട്ട് ജനാധിപത്യപരമായ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ബ്ലേഡൊന്നും കൊണ്ടുവരത്തില്ല. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. ഞങ്ങൾ ബ്ലേഡ് പിന്നെ ഈ മഷിക്കുപ്പി ഇതൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ. മനസ്സിലായല്ലോ? മഷിക്കുപ്പി കൊണ്ടുപോവുക, ബ്ലേഡ് കൊണ്ടുപോവുക, അതൊന്നുമില്ല. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതാണ്. SFI-യുടെ സമരം, DYFI-യുടെയും സമരം, ഞങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങളുണ്ട്. SFI-ക്കാരെ ഈ പണിക്കൊന്നും കിട്ടില്ല, ഞങ്ങൾ ധീരന്മാരാണെന്ന് പറഞ്ഞു. കേസും കൊടുത്തു അന്വേഷിക്കാൻ. ആ കേസ് ഇപ്പോൾ തിരിഞ്ഞുകുത്തിയിരിക്കുന്നു. പണ്ട് കാഫീർ സ്ക്രീൻഷോട്ടിൽ സംഭവിച്ചതുപോലെ കാഫീർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ വേണ്ടി സഖാക്കൾ സൃഷ്ടിച്ചെടുത്തതാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയും ഭരണം തങ്ങളുടേതാണല്ലോ എന്നോർത്ത് ഈ കാഫീർ സ്ക്രീൻഷോട്ടിനെതിരെ പരാതിയും കൊടുത്തു. ശൈലജ ടീച്ചറൊക്കെ ആവേശത്തോടെ അത് പങ്കുവച്ചു. ഇതാ പുതിയ സർക്കാർ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ സഖാവിനെ കൈയോടെ പൊക്കി ജയിലിലടച്ചു. അങ്ങനെ തന്നെയായിരിക്കുന്നു ഇവിടെയും. SFI-ക്കാർ പേരിന് വേണ്ടി ഒരു പരാതി കൊടുത്തതാണ് മാനം രക്ഷിക്കാൻ. പോലീസ് അന്വേഷിച്ചു ചെന്നത് SFI ജില്ലാ സെക്രട്ടറിയുടെ അടുത്താണ്. ജില്ലാ സെക്രട്ടറി MA നന്ദൻ ഈ ബ്ലേഡുമായി എത്തി എന്നതിന് തെളിവ് പോലീസ് ശേഖരിച്ചു. നന്ദൻ ബ്ലേഡ് ഉപയോഗിച്ച് പോലീസിനെ വരയാൻ ശ്രമിച്ചു, പോലീസ് കെട്ടിയ വടം മുറിക്കാൻ ശ്രമിച്ചു എന്ന് തെളിവ് സഹിതം കണ്ടെത്തി നന്ദനെ പ്രതി ചേർത്ത് പൊക്കിക്കൊണ്ടുപോയി ജയിലിലടച്ചു. നന്ദൻ മാത്രമല്ല, ഈ ഗൂഢാലോചന കേസിൽ സഖാക്കൾ പലരും
അകത്തായിട്ടുണ്ട്. എന്തൊരു ഗതികേടാണെന്ന് ഓർത്തു നോക്കൂ. ഒരു സമരം നടത്താൻ ആളെ കിട്ടാത്ത അവസ്ഥ. ആളെ കിട്ടാൻ വേണ്ടി സഹതാപമുണ്ടാക്കാൻ ബ്ലേഡ് കൊണ്ടുവന്ന് പോലീസിനെ വരിഞ്ഞിട്ട് പോലീസ് ബ്ലേഡ് ഉപയോഗിച്ചു എന്ന കള്ളക്കഥ പറയുന്നു. അതിന് പേരിൽ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ബ്ലേഡ് കൊണ്ടുവന്ന സഖാക്കൾ കൂട്ടത്തോടെ ജയിലിലാവുന്നു. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കണ്ണൂരിൽ കഴുത്തുളുക്ക് നാടകത്തിന് സംഭവിച്ചത്. 1-2 കേസിക്കാർ കരിങ്കൊടി കാട്ടിയതേ ഉള്ളൂ. അതിന്റെ പേരിൽ മന്ത്രിയെ തല്ലി എന്ന് പറഞ്ഞ് നാടകം, ഐസിയുവിൽ പ്രവേശനം, നാടുനീളെ പന്തംകൊളുത്ത് പ്രകടനം, സമരം, പൊതുമുതൽ നശിപ്പിക്കൽ. എന്നിട്ടോ ഒടുവിൽ തെളിവ് വന്നപ്പോൾ മന്ത്രി നാടകം കളിച്ചതാണെന്ന് ബോധ്യപ്പെട്ടു. ഇങ്ങനെ സ്വന്തം ആസനത്തിലേക്ക് സഖാക്കൾ വെടിവെക്കുന്ന സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വന്തം ആസനത്തിൽ വെടിവെച്ച് വീഴ്ത്തിയിട്ടാണ് അമ്പലപ്പുഴയിൽ നിന്നും സുധാകരൻ ഇപ്പോൾ നിയമസഭയിൽ എത്തി പിണറായിയെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നത്. താൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ സംഭവിച്ചതും ഇത് തന്നെ. ചിരകാലം പിണറായി ഭരിക്കും എന്ന് കരുതിയായിരുന്നു ആ രക്ഷാപ്രവർത്തന നാടകം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗൺമാൻ അടക്കമുള്ളവർ കോടതി കയറി നടക്കുകയാണ്. എന്തായാലും സഖാക്കൾക്ക് ഇത് കെട്ടകാലമാണ്. ആരൊക്കെ ഇനി ഇത്തരം കള്ളക്കേസുകൾ പൊളിച്ച് സെൽഫ് ഗോൾ അടിച്ച് ജയിലിലേക്ക് പോകും എന്ന് കണ്ടറിയുക തന്നെ വേണം.